ഇതൊന്നും എപ്പോ നോക്കിയാൽ ഇതേ ഉള്ളൂ. അനക്കൊന്നും വേണ്ട. അത് തന്നെ കിട്ടുന്ന പറ. നീ ഒന്ന് അടുക്കള തിരിഞ്ഞു നോക്കുന്നുണ്ടാ? കിട്ടുന്ന തോന്നിട്ട് എണീച്ച് പോട്. ഹലോ. ആ വേണം വേണം. അന്നത്തെ ചോക്ലേറ്റ് തന്നെ മതി. പൈസ ഞാൻ കൊണ്ടുവരാം. ഓക്കെ. ആണേ നീ ഇത് തിന്നാണ്ട് പോന്നേ. അനക്കൊന്നും വേണ്ട. അനക്കൊരു 500 റുപ്യ വേണം. 500 റുപ്യ? അതിനിപ്പോ 500 റുപ്യ? കുറച്ച് സ്റ്റഡി മെറ്റീരിയൽ മേടിക്കാൻ. ഏടുന്ന ഈ ചോദിക്കുമ്പോൾ പൈസ എടുത്ത് തരണ്ടേ? മോളെ നിനക്കറിയില്ലേ അച്ഛൻ കുറേ ദിവസമായി പണിക്ക് പോവാത്തെന്ന്. വിട്ടാട്ടെ. എന്നാ ഞാൻ പോകുന്നില്ല. പോറ്റാൻ കയ്യിലെങ്കിൽ പ്രസവി കറിയും. എന്നേനും ഒരു 500 റുപ്യ ഉണ്ടെന്ന് അങ്ങനെ തരാേ. ആ എടുക്കാലോ. ഞാൻ എനിക്ക് കുറെ ആയി തരാേ. അന്ന് സാരമില്ല, ഞാൻ അവരോട് പറയട്ടെ. എത്ര അത്യാവശ്യം? അത് മോക്കെന്തോ സ്കൂളിൽ വാങ്ങിക്കാനോ അങ്ങനെ എന്തോ ആണ്. എന്താന്നൊരു വിഷമം പോലെ. അത് ഫോൺ കിട്ടിയതിന് ശേഷം മോളെ സ്വഭാവത്തിലാകെ മാറ്റാം. ഒന്നും പറയുന്ന അനുസരിക്കുന്നില്ല. ഭയങ്കര ദേഷ്യമാണ്. എന്ത് ചോദിച്ചാലും ദേഷ്യം. ഒന്നും പറഞ്ഞുകൂടായി. ഇത് ഏടി ചെന്ന് അവസാനിക്കുവാന്നൊന്നും എനിക്കറിയില്ല. ഇടക്കിടക്ക് പൈസക്ക് ചോദിക്കുക. ഇത് എവിടുന്ന നമ്മൾ ഉണ്ടാക്കണ്ടേ? നിങ്ങൾ കാര്യം ചെയ്തിപ്പോൾ കൊണ്ടു കൊടുക്കാം. നമുക്ക് നോക്കാം. അച്ഛന് പരിക്കുന്നുണ്ടല്ലേ? എനിക്കൊന്ന് കാണാൻ തരുന്നു. സ്കൂളിലേക്ക് ഇറങ്ങി പോന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അതാരാ ബൈക്കിൽ വന്ന നേരത്തെ? എനക്കറിയില്ല. മോക്കോനെ അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സ്റ്റേഷനിൽ ഓൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് അറിയാം. മയക്കുമരുന്ന് കേസ്, അതുകൂടാണ്ട് അടിപിടി കേസ്. മോള് വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല. പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുള്ളതേ ഞാൻ അറിഞ്ഞിന്. ഈ പ്രായത്തിൽ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലെന്നറിയാം. മോളറിയോ, മോളെ പ്രായത്തിലുള്ള അറിഞ്ഞതും അറിയാത്തതും ഒരുപാട് കേസുകൾ ഇതുപോലെ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ടുണ്ട്. അതിലൊന്നും മോള് ചെന്ന് പെടുന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഓരോ അച്ഛനമ്മമാരും എത്ര കഷ്ടപ്പെട്ടിട്ട് സ്വന്തം മക്കളെ വളർത്തുന്നറിയാം. നിന്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ട് നിന്നെ പോറ്റുന്നറിയാം. കുറച്ച് ദിവസമായാലും എൻ്റെ അച്ഛൻ പനി വന്നിട്ട് കഴിഞ്ഞിട്ട് നീ ഒന്ന് പോയിട്ട് നോക്കിന. നീ മാത്രമാണ് നിന്റെ അച്ഛനും അമ്മക്ക് ഏക ആശ്വാസം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട പോലെയാണ് എൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ട് നമ്മളോട് കരഞ്ഞു പറഞ്ഞു. സാരമില്ല, അച്ഛനും അമ്മേനെയും കെട്ടിപ്പിടിച്ച് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സോറി അമ്മ. സോറി.